ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ഇന്ന് നമുക്ക് കുറൂരമ്മയുടെ കഥയെന്ന് കേട്ടാലോ? സ്വന്തം മകനായിട്ട് ഭഗവാനെ താലോലിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആളാട്ടോ കുറൂരമ്മ. ഗുരുവായൂർ അമ്പലത്തിനടുത്തേ വേങ്ങലശ്ശേരി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെയാണ് കുറൂരില്ല സ്ഥിതി ചെയ്തിരുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 360 വർഷങ്ങൾക്ക് മുമ്പ് ആ ഇല്ലത്തിൽ ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണന്റെ പരമഭക്തിയായിരുന്ന ഒരു അമ്മ ആയിരുന്നു കുറൂരമ്മ. ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിഞ്ഞു ആ ഭക്തിയിൽ എത്തിച്ചേരുക എന്നത് പൂർവ്വജന്മ പുണ്യം കൊണ്ട് ലഭിക്കുന്നതാണ്. ആ സുഹൃത്തം ലഭിക്കുന്നവർക്ക് മാത്രമേ ഉണ്ണിക്കണ്ണനോട് അകമഴിഞ്ഞ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ഒരു ജന്മം മുഴുവൻ ഭഗവാനെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിയോഗം ലഭിച്ച ആളായിരുന്നു കുറൂരമ്മ. തൃശ്ശൂരിനടുത്ത് കുറൂർമ ഇല്ലത്താണ് ഗൗരി അന്തർജനം ജനിച്ചിരുന്നത്. കുറൂരമ്മയുടെ യഥാർത്ഥ നാമമാണ് കേട്ടോ ഗൗരി. ഗൗരി ചെറുപ്പം മുതലേ കൃഷ്ണഭക്തയായിരുന്നു. അങ്ങനെ വളരെ പ്രശസ്തനായിട്ടുള്ള വേദപണ്ഡിതനായിട്ടുള്ള കുറൂർ മനയിലെ മൂത്ത കാരണവർ ഗൗരിയെ വിവാഹം ചെയ്യുകയാണ്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ വേലി കഴിഞ്ഞ് ഗൗരിക്കുട്ടി ഇല്ലത്തിലെത്തിച്ചേരുകയാണ് കേട്ടോ. മൂത്ത കാരണവരുടെ വേലി ആയതുകൊണ്ട് കുടുംബത്തിലെ മൂത്ത അന്തർജനമായും മാറുകയാണ് കുറൂരമ്മ. വളരെയേറെ പ്രായവ്യത്യാസമുള്ള ഒരു നമ്പൂതിരിയായിരുന്നു ഗൗരി അന്തർജനത്തെ വിവാഹം ചെയ്തിരുന്നത്. 16 വയസ്സിൽ തന്നെ വിധവയാവുകയാണ് ഗൗരി അന്തർജനം. ആ നമ്പൂതിരി മരണപ്പെടുകയാണ്. അങ്ങനെ കുറൂർ ഇല്ലത്തിലെ വിധവയായ ഗൗരി അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. വിധവൾക്ക് ആ സമയത്ത് ജീവിതം എന്ന് പറയുന്നത് വളരെയേറെ കഷ്ടപ്പാടും ദുരിതമൊക്കെ നിറഞ്ഞതായിരുന്നു. പുറത്തിറങ്ങാൻ സാധിക്കില്ല, അവരെ കാണുന്നത് തന്നെ ദുശ്ശകുനമാണെന്നൊക്കെ പറയും. അങ്ങനെ വല്ലാത്തൊരു ജീവിതമാണ്. അന്നത്തെ കാലത്ത് നമ്പൂതിരി ഇല്ലങ്ങളിലുള്ള വിധവകൾക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സ്നേഹിക്കപ്പെടാതെ പാവം കുഞ്ഞു ഗൗരി 16ാമത്തെ വയസ്സല്ലേ ഉള്ളൂ. ആ ഇല്ലത്തിൻ്റെ ഒരു ഇരുളടഞ്ഞ മുറിയിൽ അവരുടെ ജീവിതം തളച്ചിടുകയാണ്. അവൾ ആശ്വാസം കണ്ടെത്തിയിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ്. അതാണ് എല്ലാവരുടെയും ജീവിതത്തിലെ ആത്യന്തികമായ ആ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ഭഗവാനെ അറിയാൻ സുഹൃത്തം ചെയ്തിരിക്കണം. ഉജ്ജന്മ സുഹൃത്തം കൊണ്ട് കുഞ്ഞു ഗൗരിക്ക് ശ്രീകൃഷ്ണ ഭക്തി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഇരുളടഞ്ഞ പോയ ആ ജീവിതത്തിലെ ഗൗരി തളർന്നില്ല. ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ പ്രകാശസ്ഫുരണമായിട്ട് ഗൗരിയെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം പിന്നീട് അങ്ങോട്ട് ഗൗരി അന്തർജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഭക്തി ഗൗരി അന്തർജനത്തിൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരുമ്പോഴാണ് താൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ആ ഒരു ധൈര്യം ഗൗരിക്ക് ലഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തി ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഗൗരി അന്തർജനം അങ്ങനെ ജീവിക്കുകയാണ് ഗൗരി അന്തർജനം. എല്ലാം ഭഗവാനായി കാണുകയാണ് കേട്ടോ. എന്നാൽ ആ ഇല്ലത്തിൽ ഉള്ള മറ്റ് ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഗൗരിയുടെ ഭക്തിയും പൂജയൊന്നും അത്ര പിടിച്ചില്ല. ഈ പാട്ടുപാടലോ ഭക്തിഗാനമുള്ള പാടലോ ഒന്നും അവരുടെ ഇഷ്ടമായില്ല. ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തിയിൽ അലിഞ്ഞ് ജീവിക്കുകയായിരുന്നു ഗൗരി. ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കുമായിരുന്നു ഗൗരി.
അങ്ങനെ മനസ്സ് കൂടുതൽ കൂടുതൽ വളരെ പവിത്രമായിട്ട് വന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ചിന്തിക്കില്ല ഗൗരി. എല്ലാം ഭഗവാനെ സമർപ്പിക്കും. എന്തൊക്കെ കഷ്ടതകൾ, പരിഹാസങ്ങൾ, വേദനകൾ, പീഡകൾ എന്തൊക്കെ സഹിക്കേണ്ടി വരുന്നു ഗൗരി അന്തർജനത്തിന്. പക്ഷേ അപ്പോഴൊക്കെയും ചിരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നുകൊണ്ട് പറയും, എൻ്റെ കണ്ണ, എല്ലാം അങ്ങ് നോക്കിക്കോളൂ കേട്ടോ, എനിക്കൊന്നും അറിയില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയായി മാറിയ ഗൗരി അന്തർജനത്തിന് ഉണ്ണികളെ കാണുമ്പോൾ എല്ലാം വളരെ സ്നേഹമാണ്. മാതൃത്വത്തിൻ്റെ അനുഭൂതി അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ലല്ലോ ഗൗരിക്ക്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഗൗരിക്ക്. അതുകൊണ്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഗൗരി. സ്വന്തം കുട്ടികളെ പോലെ അവരെയൊക്കെ സ്നേഹിച്ചു. ഭഗവാനെ, ഉണ്ണിക്കണ്ണനെ കാണുന്നത് പോലെയാണ് അവർക്ക് കുട്ടികളെ കാണുമ്പോൾ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഗൗരിക്ക്. അങ്ങനെ പതിയെ പതിയെ കുറൂരില്ലത്തിലെ മൂത്ത അന്തർജനമായ ഗൗരി കുറൂരമ്മ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. കാരണം എല്ലാവർക്കും അവരുടെ അമ്മയാണ്. അമ്മയുടെ വാത്സല്യമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. കുറൂരമ്മയുടെ അടുത്ത് നിന്ന് എല്ലാവരെയും അവർ മക്കളെ പോലെ കാണുകയാണ്. ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ എല്ലാവരെയും അവർ മക്കളായിട്ട് കാണുകയാണ്. മക്കളായിട്ട് കണ്ട് സ്നേഹിക്കുക എന്നത് വലിയ മനസ്സുള്ള സ്ത്രീകൾക്കൊക്കെ അതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. കുറൂരമ്മയ്ക്ക് ഒരു മധ്യവയസ്സായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇല്ലത്തുള്ളവർക്കൊന്നും കുറൂരമ്മയോട് വലിയ പ്രിയമൊന്നുമില്ല. ആരെന്ത് ചെയ്താലും കുറൂരമ്മ അതൊന്നും കാര്യമാക്കിയിരുന്നുമില്ല. കുറൂരമ്മയ്ക്ക് ധൈര്യമാണ്. ആരെന്ത് പറഞ്ഞാലും എന്തിനു പേടിക്കണം? ഭഗവാനല്ലേ കൂടെ ഉള്ളത്, അതുകൊണ്ട് ഒരു പേടിയും വേണ്ടല്ലോ. അങ്ങനെ തൃശ്ശൂരിനടുത്ത് അടാട് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഇല്ലം പണിയുകയാണ് മറ്റുള്ളവർ. കുറൂർ ഇല്ലത്തുണ്ടായിരുന്നവരെ ആ ഇല്ലത്തേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ കുറൂരമ്മയെ കൂട്ടാൻ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ കുറൂരമ്മ ആ ഇല്ലത്ത് ഒറ്റപ്പെടുകയാണ്. കുറൂരമ്മയെ അവിടെ വിട്ട് സഹായിക്കാൻ ലക്ഷ്മി എന്നു പേരുള്ള ഒരു സ്ത്രീയെയും അവിടെ നിർത്തി മറ്റുള്ളവരെല്ലാം പോയി. കുറൂരമ്മ മാത്രം ഒറ്റപ്പെടുകയാണ്. വേർപാടിൻ്റെ വേദന വലിയ ദുഃഖം തന്നെയാണെങ്കിൽ പോലും കുറൂരമ്മയ്ക്ക് ആ ഒറ്റപ്പെടലിൻ്റെ വേദന വലിയ ദുഃഖമായിട്ടൊന്നും തോന്നിയില്ല. കാരണം കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കാമല്ലോ. അതിനുള്ള മാർഗമായിട്ടാണ് കുറൂരമ്മ അതിനെയൊക്കെ കണ്ടിരുന്നത്. കുറച്ചുകൂടെ തൻ്റെ ഭക്തിയിൽ അലിഞ്ഞു ചേരാനുള്ള സാഹചര്യം. അങ്ങനെ നാമങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ പൂജിച്ച് കുറൂരമ്മ ആ ഇല്ലത്ത് കഴിഞ്ഞുകൂടാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ അതീവ സന്തുഷ്ടയായി തന്നെ കുറൂരമ്മ ജീവിക്കുകയാണ് കേട്ടോ. സഹായത്തിനായി ലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നു. ലക്ഷ്മിക്ക് ഒരു മകനുണ്ടായിരുന്നു, മാധവൻ. മാധവനെ സ്വന്തം മകനെ പോലെയാണ് കുറൂരമ്മ നോക്കിയിരുന്നത്. എല്ലാവർക്കും കുറൂരമ്മയെ വളരെ ഇഷ്ടമാണ്. അമ്മയുടെ സ്നേഹമാണല്ലോ. മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ, കാഴ്ചക്കുല, നാളികേരം ഒക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് കുറൂരമ്മയ്ക്ക്. ഇല്ലത്തിൽ നിന്ന് കുറൂരമ്മ പുറത്തിറങ്ങാറില്ല. സഹായത്തിനായിട്ടാണെങ്കിൽ മാധവൻ ലക്ഷ്മിയൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് മാധവനാണ്. ലക്ഷ്മി വാങ്ങിച്ചു കൊടുക്കും. പുറത്തിറങ്ങാതെ സദാ ഇല്ലത്തിനുള്ളിൽ തന്നെയാണ് കുറൂരമ്മ. ആരെങ്കിലും കാണാൻ വന്നാൽ ആരെങ്കിലും ഇങ്ങനെ കാണാനൊക്കെ വരും. അപ്പോൾ
അവരുടെ കൃഷ്ണഭക്തിയിൽ അമ്മയുടെ ആ സ്നേഹം, അതായത് ഒരു മാതൃത്വമാണ് ആ അമ്മയ്ക്ക് എല്ലാവരോടുള്ള ആ സ്നേഹം. അങ്ങനെ എല്ലാവരും മകനായിട്ടൊക്കെ കാണുകയാണ് ആ നല്ല മനസ്സ്. അങ്ങനെ ആളുകൾ ഒക്കെ കുറൂരമ്മയെ ഇങ്ങനെ കാണാൻ വരും. ആളുകൾ അങ്ങനെ കാണാൻ വരുമ്പോൾ തന്നെ കുറൂരമ്മ എൻ്റെ അടുത്ത് വരുമ്പോൾ കുറൂരമ്മ കരയും. കൃഷ്ണഭക്തിയായിരുന്ന ആ അമ്മയ്ക്ക് വളരെ സ്നേഹമാണ്. ആരെങ്കിലും കാണുമ്പോൾ തന്നെ കരച്ചിൽ വരും. കാരണം അത്രയ്ക്ക് നിഷ്കളങ്കയാണ് അവർ. കാണാൻ വരുന്ന ആളുകളെയൊക്കെ ഭഗവാൻ പറഞ്ഞു വെച്ചതാണെന്ന് കുറൂരമ്മയ്ക്ക് വിശ്വാസമാണ്. താൻ ഒറ്റയ്ക്കുള്ളപ്പോൾ അവരെല്ലാം ഭഗവാനാണ് തൻ്റെ അടുത്തേക്ക് വിടുന്നതെന്ന്. അത്രയ്ക്കും പവിത്രമായി കഴിഞ്ഞിരുന്നു അവരുടെ മനസ്സ്. കൃഷ്ണനോടുള്ള ഭക്തിയാണ് അതിനൊക്കെ കാരണം. ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ തന്നെ കുറൂരമ്മയുടെ കണ്ണിൽ നിന്നും ഭക്തിയുടെ നിർവൃതിയിൽ നിന്നും കണ്ണീർ വരും. ഗീതയോ ഉപനിഷത്തോ മന്ത്രങ്ങളോ വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ കുറൂരമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഭക്തി മാത്രമേ കൈമുതലായിട്ടുള്ളൂ. ഏകാദശി വ്രതം മുടങ്ങാതെ ആചരിക്കും. എല്ലാ മാസത്തെയും 2 ഏകാദശി പച്ചവെള്ളം പോലും കുടിക്കാതെ കുറൂരമ്മ എടുക്കായിരുന്നു. എങ്ങനെ എടുക്കാന്നറിയാം? ദിവസങ്ങൾക്കൊന്നും അറിയില്ല. എന്നാ അപ്പോൾ ഏകാദശി വരിക, അതൊന്നും കുറൂരമ്മയ്ക്ക് അറിയില്ലായിരുന്നു. കുറൂരമ്മ 15 കല്ലുകൾ എടുത്തു വയ്ക്കും. എന്നിട്ട് അതിൽ നിന്നും ഓരോ ദിവസം ഓരോ കല്ലെടുത്ത് മാറ്റുമായിരുന്നു. എന്നിട്ട് 15ാമത്തെ കല്ല് മാറ്റുന്ന ദിവസമാണ് കുറൂരമ്മയ്ക്ക് ഏകാദശിയായിട്ട് കണക്കാക്കുന്നത്. പഞ്ചാംഗം നോക്കാൻ അറിയില്ല കുറൂരമ്മയ്ക്ക്. കീർത്തനങ്ങൾ അങ്ങനെ ആലപിക്കുക, അത് ഭഗവാനെ പറ്റി ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അത് വാക്കുകൾ, ആ വാക്കുകളാണ് ഭക്തിയായിട്ട് ഭക്തിഗാനമായിട്ട് കുറൂരമ്മ പാടുന്നത്. ഏകാദശി വ്രതം എടുത്തിരുന്ന അന്ന് ആ ഇല്ലത്തേക്ക് 2 ബ്രാഹ്മണർ വരികയാണ്. 2 പണ്ഡിതന്മാർ കുറൂരമ്മയുടെ ഇല്ലത്തെത്തിച്ചേരുകയാണ്. വളരെ ദൂരത്ത് നിന്ന് കുറു ഇല്ലത്തെത്തി. അപ്പോൾ കുറൂരമ്മയ്ക്ക് വളരെ സങ്കടമാകും. കാരണം ഏകാദശി ദിവസം ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ലല്ലോ, അന്ന് പൂർണ്ണ ഉപവാസമാണ്. അയ്യോ, ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഒന്നും ഇവിടെ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് കുറൂരമ്മ പറയാണ് അവരോട്. അപ്പോൾ ബ്രാഹ്മണർ പറയാ, ഇന്ന് ഏകാദശിയാണോ? ഇന്നല്ലല്ലോ ഏകാദശി. അവൾ വളരെ പണ്ഡിതന്മാരാണ്, അതുകൊണ്ട് അവർക്കറിയാം. അവർ പറയും, നാളെയാണല്ലോ ഏകാദശി. അപ്പോൾ കുറൂരമ്മ പറയും, അല്ല, ഇന്നാണ് ഏകാദശി, നിങ്ങളൊന്ന് നോക്കൂ. അപ്പോൾ അവരുടെ ജ്യോതിഷ സാഗ്രമങ്ങളൊക്കെ വെച്ചിട്ട് അവർ നോക്കുകയാണ്. നോക്കുമ്പോൾ ശരിയാണ്, ഇന്നാണ് ഏകാദശി. അയ്യോ, നമുക്ക് തെറ്റിപ്പോയോ? കുറൂരമ്മ പറഞ്ഞതാണല്ലോ ശരി. അപ്പോൾ അവർ പറയും, സാരമില്ല കുറൂരമ്മേ, ഞങ്ങൾ അടുത്തുള്ള ഇല്ലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ അടുത്തുള്ള ഇല്ലത്തേക്ക് പോവുകയാണ്. അടുത്തുള്ള ഇല്ലത്തേക്ക് പോകുമ്പോൾ അവിടെ എത്തി ആ ഇല്ലത്തെ അമ്മ അവരെ സ്വീകരിച്ചിരുത്തിയിട്ട് പറയും, ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കാട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഭക്ഷണം എടുക്കാൻ പോവാൻ നിൽക്കും. അപ്പോൾ ഇവർ ബ്രാഹ്മണർ ചോദിക്കും, അമ്മയ്ക്ക് ഏകാദശി ഇല്ലേ? അപ്പോൾ ആ അമ്മ പറയാ, ഏകാദശി നാളെ അല്ലേ, ഇന്നല്ലല്ലോ. അപ്പോൾ പണ്ഡിതർ പറയും, അല്ലല്ല, ഇപ്പം ഞങ്ങളെ കുറൂരിലെത്തുന്ന വരികയാണ്. ഞങ്ങളും വിചാരിച്ചു നാളെയാണെന്ന്. അപ്പോൾ കുറൂരിലെത്തി ചെന്നപ്പോൾ ആ അമ്മ പറഞ്ഞു, ഇന്നാണ് ഏകാദശിന്ന്. അങ്ങനെ ഞങ്ങൾ പഞ്ചാംഗത്തിലൊക്കെ നോക്കിയപ്പോൾ ശരിയാണ്, ഇന്ന് തന്നെയാണ് ഏകാദശി. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഇവിടെ നിന്ന് ഒന്ന് നോക്കൂ, നമുക്ക് എന്നാ ഏകാദശി എന്ന് അറിയാലോ.
അപ്പോൾ അവിടെ നിന്ന് ഏകാദശി ഒന്ന് നോക്കുമ്പോൾ നാളെ തന്നെയാണ് ഏകാദശി എന്ന് ഇതെന്ത് പറയുമായോ. കുറൂരില്ലത്തെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഏകാദശി ഇന്നാണല്ലോ കാണിക്കുന്നത്. അവർക്കൊന്നും മനസ്സിലായില്ല. അവർ വീണ്ടും കുറൂരിലേക്ക് പോയാണ്. അവിടെ പോയിട്ട് വീണ്ടും കണക്കൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ അവിടുത്തെ ഏകാദശി ഇന്ന്, എന്നാൽ ഇവിടുത്തെ അമ്മേൻ്റെ അടുത്തുനിന്ന് നോക്കുമ്പോൾ നാളെയാണ് ഏകാദശി കാണിക്കുന്നത്. അവർ ആകെ അത്ഭുതപ്പെട്ടു. എന്തായിരിക്കും കുറൂരമ്മയുടെ ഭക്തിയുടെ ആ മഹത്വം. അതുകൊണ്ടാണ് കുറൂരമ്മ ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ഒരു അമ്മയാണല്ലേ. ആ അമ്മയുടെ ഭക്തിയിൽ ഭഗവാൻ സഹായിക്കുകയാണ്. കുറൂരില്ലത്ത് പ്രവേശിക്കുമ്പോൾ ഭഗവാൻ ഏകാദശി കുറൂരമ്മയ്ക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നു. നിഷ്കളങ്കമായ ആ ഭക്തി, ആ അമ്മയുടെ ഭക്തി. ഭഗവാന് വേറെന്ത് വേണം? കുറൂരമ്മ ആചരിക്കുന്നത് എന്നാണോ അന്നാണ് കുറൂരില്ലത്തിന് ഏകാദശി. അതുപോലെ വേറെയും പല പല അത്ഭുതങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളൊക്കെ ആ ഇല്ലത്ത് നടക്കാറുണ്ട്. എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കുറൂരമ്മയുടെ ഖ്യാതി ആ നാട്ടിലാകെ പരക്കുന്നത്. ഒരിക്കൽ ഒരാൾ വല്ലാത്ത വയറുവേദനയായിട്ടാണ് ഇല്ലത്തെത്തുന്നത്. കുറൂരമ്മ ചോദിക്കും, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഗുരുവായൂർ ഇല്ലത്തുനിന്ന് വരികയാണ്. അവിടെ നിന്ന് സോമിയാർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വലിയ വലിയ പാപങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വയറുവേദന മാറാത്തതെന്ന്. അപ്പോൾ കുറൂരമ്മ പറയും, സാരല്ല, വിഷമിക്കേണ്ട, എല്ലാം മാറ്റുന്ന വാതാലയേശന്റെ അടുത്തല്ലേ എത്തിയിരിക്കുന്നത്. അദ്ദേഹം രക്ഷിക്കും. പോയിട്ട് അമ്പലക്കുളത്തിലൊന്ന് കുളിച്ചിട്ട് ഇവിടെ വരൂ. ഞാനപ്പോഴേക്കും ഭഗവാൻ ഉണ്ടാക്കിയ പ്രസാദമുണ്ട്, അത് തരാം. അത് കഴിക്കുമ്പോഴേക്കും അങ്ങയുടെ വയറുവേദന എല്ലാം മാറും കേട്ടോ. അസഹ്യമായ വയറുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്ക് കുറൂരമ്മയുടെ സാന്ത്വനം, ആ അമ്മയുടെ മാതൃവാത്സല്യത്തോട് കൂടിയ സാന്ത്വനം മാത്രമല്ല, ഭഗവാനോട് ഉറച്ച ഭക്തിയുള്ള കുറൂരമ്മയുടെ സംസാരം, അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നി അയാൾക്ക്. കുറൂരമ്മയുടെ പൂർണ്ണമായി അയാൾ വിശ്വസിക്കുകയാണ്. ആ അമ്മയെ അയാൾ വിശ്വസിച്ചു. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ്. കുറൂരമ്മ പറഞ്ഞത് അനുസരിച്ച് കുളത്തിൽ പോയി മുങ്ങി കുളിച്ചു വന്നു. ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കൂ. എന്നിട്ട് കുറൂരമ്മ ഉണ്ടാക്കി വെച്ച പ്രസാദം കഴിക്കാൻ പറയും. ആ പ്രസാദം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ വയറുവേദനയൊക്കെ മാറുകയാണ്. അപ്പോൾ അയാൾ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം ഓടി ഗുരുവായൂരിലെ വില്ലുമംഗല സ്വാമിയാരോട് പറയും, എൻ്റെ വയറുവേദന എല്ലാം മാറിയല്ലോ, എല്ലാത്തിനും കാരണം കുറൂരമ്മയാണ്. കുറൂരമ്മ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചത് കൊണ്ടാണ് രോഗമൊക്കെ മാറിയത്. വാതാലയേശൻ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിച്ചു. ആ പരമഭക്തിയായിട്ടുള്ള കുറൂരമ്മയുടെ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു. അപ്പോൾ വില്ലുമംഗല സ്വാമിയാർ അത്ഭുതപ്പെടുകയാണ്. വില്ലുമംഗല സ്വാമിയാർക്ക് ഭഗവത് ദർശനം കിട്ടുന്ന ആളാണ്. ഗുരുവായൂരപ്പനെ അങ്ങനെ നേരിട്ട് സംസാരിക്കും. വില്ലുമംഗല സ്വാമിയാർ വലിയ ജ്ഞാനിയാണ്, യോഗിയാണ്, എല്ലാം തികഞ്ഞ വിദ്വാനാണ്. എല്ലാ ദൈവത്തിനെയും ഉപാസന കൊണ്ട് പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവുള്ള ആളാണ്. ഗുരുവായൂരപ്പനോട് നേർക്കുനേർ സംസാരിക്കും. അങ്ങനെയുള്ള വലിയ ഭക്തനാണ് വില്ലുമംഗലം. അദ്ദേഹം വില്ലുമംഗല സ്വാമിയാരോട് ചോദിക്കുകയാണ്, അങ്ങല്ലേ പറഞ്ഞത് എനിക്ക് വയറുവേദന മാറൂല, അത് മുജ്ജന്മത്തിലെ പാപം കൊണ്ടാണെന്ന്. എന്നാൽ അങ്ങ് പറഞ്ഞു എന്നിട്ട് നാമം ജപിക്കൂന്ന്. എന്നാൽ ഇത്
കുറൂരമ്മ മാറ്റിയിരിക്കുന്നു പെട്ടെന്ന്. അങ്ങനെ വില്ലുമംഗല സ്വാമിയെ അത്ഭുതപ്പെടുകയാണ്. ഭഗവാന്റെ അടുത്ത് വില്ലുമംഗല സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, ഇയാളുടെ വയറുവേദന മാറുമെന്ന്. അപ്പം പറയുന്ന മറുപടി ഭഗവാൻ പറയാണ്, അത് മാറില്ല. അത് പറഞ്ഞത് കൊണ്ടാണ് വില്ലുമംഗലം സ്വാമിയാരെ ഇങ്ങനെ ഇയാളെടുത്ത് പറയുന്നത് ഇത് മുജ്ജന്മ ദോഷമാണെന്നൊക്കെ. അപ്പം ഭഗവാനോട് സ്വാമിയാർ ചോദിക്കും, എന്താണ് അങ്ങ് എന്നോട് പറഞ്ഞത് ഇതിന് പ്രതിവിധി ഇല്ലാന്ന്? ഭഗവാൻ പറയണേ, രോഗത്തിന്റെ കാരണം മാത്രമേ അങ്ങ് എന്നോട് ചോദിച്ചുള്ളൂ. രോഗത്തിന്റെ പ്രതിവിധി എന്താണ് പ്രതിവിധി ചെയ്യേണ്ടതെന്നൊന്നും അങ്ങ് എന്നോട് ചോദിച്ചില്ലല്ലോ. കുറൂരമ്മയ്ക്ക് ഇതൊന്നും ചോദിക്കാതെ തന്നെ ഞാൻ മനസ്സിലിരുന്ന് തോന്നിപ്പിച്ചു. അത് കുറൂരമ്മ അയാളോട് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗവും ഭേദമായി. അപ്പോൾ വില്ലുമംഗല സ്വാമിയെ മനസ്സിലാവും കുറൂരമ്മയുടെ ഭക്തിയുടെ ആ ശക്തി എന്താണെന്ന്. വില്ലുമംഗല കുറൂരമ്മയോടൊരു വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത ആ കുറൂരമ്മയുടെ ഭക്തി അദ്ദേഹത്തിന് മനസ്സിലായി. കുറൂരമ്മ വലിയ ജ്ഞാനമൊന്നുമില്ല, ഒരു പാവം കൃഷ്ണഭക്ത. വില്ലുമംഗല സ്വാമിയാരാകട്ടെ എല്ലാം തികഞ്ഞൊരു ജ്ഞാനിയാണ്. ധാരാളം ആളുകളൊക്കെ അദ്ദേഹത്തെ എങ്ങനെ ബഹുമാനിക്കുന്നു. ഗുരുവായൂർ മാത്രമല്ല, എല്ലാ സ്ഥലത്ത് പോയാലും അദ്ദേഹത്തിന് പ്രത്യേക ഒരു സ്ഥാനമാണ്. എല്ലാവരാലും അങ്ങനെ വളരെ ആദരിക്കുന്ന വ്യക്തിയാണ് വില്ലുമംഗലം. ആ വില്ലുമംഗലത്തിന് കുറൂരമ്മയെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. താൻ വലിയ ജ്ഞാനിയാണ്, വലിയ യോഗ്യൊക്കെയാണ് എന്നുള്ള ചെറിയൊരു അഹംഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വലിയൊരു ജ്ഞാനിയാണ്, അങ്ങനത്തെ ഒരു ഉള്ളിലൊരു ഒരു അഹംഭാവം വരെയാണ് വില്ലുമംഗല സ്വാമിയാർക്ക്. അങ്ങനെ ആ അഹംഭാവം നിലനിൽക്കുന്ന സമയത്താണ് കുറൂരമ്മയുടെ ഭക്തിയെക്കുറിച്ച് അങ്ങനെ കേൾക്കുന്നത്. അതുപോലെ കുറൂരമ്മയുടെ ദേഷ്യമൊക്കെ ഉള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. കുറൂരമ്മയുടെ ഭഗവാനോടുള്ള ഭക്തി പുറത്തേക്കൊന്നും ഇറങ്ങാതെ ആ ഇല്ലത്ത് തന്നെ ഇരുന്നിട്ട് പൂജിക്കുകയാണ് ഭഗവാനെ. എന്നിട്ടും പലർക്കും അങ്ങനെ ഓരോ അനുഭവങ്ങളുണ്ട്. കുറൂരമ്മയിലൂടെ എവിടെയും ആളുകളെ എവിടെയും അങ്ങനെ പോവാണ്ട് അത് ഇല്ലത്തിരുന്നിട്ട് നാമജപിക്കുകയാണ്. സദാസമയം ഭഗവാന്റെ നാമജപം. അങ്ങനെ ഇല്ലത്തൊക്കെ വരുന്നവർക്ക് ഭഗവാന്റെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അവിടെ ഇരുന്ന് നാമം ജപിക്കുക, അവിടെ വരുന്ന എല്ലാവർക്കും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊടുക്കുക, നാമം ജപിക്കുക. അത് കേൾക്കാനൊക്കെ കുറേ ആളുകളൊക്കെ വരും. കുറച്ച് ഭക്തന്മാരൊക്കെ വന്ന് അത് കേൾക്കും. അങ്ങനെ കുറൂരമ്മ ഇങ്ങനെ ഉറക്കെയാണ് നാമം ജപിക്കുക. കുറൂരമ്മ ഒറ്റ ദിവസം പോലെ അവിടെ മുടങ്ങാറുണ്ട്. എല്ലാ ദിവസവും കുറൂരമ്മ നാമം ജപിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തുള്ള നമ്പൂരി ഇല്ലങ്ങളിലുള്ള വലിയ വിദ്വാൻമാരായ നമ്പൂരിമാർക്ക്, വലിയ വിശ്വാസികളായ അവർക്ക് ഈ കുറൂരമ്മയുടെ ഈ നാമജപമൊന്നും അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. സ്ത്രീകൾ ഋതുമതികളായിരിക്കുന്ന സമയവും നാമം ജപിക്കാൻ പാടില്ല, അശുദ്ധകളാണ് എന്നൊക്കെ ആണ് അവരുടെ അന്ധവിശ്വാസം. എങ്ങനെയാണ് കുറൂരമ്മയ്ക്ക് എല്ലാ ദിവസവും നാമം ജപിക്കാൻ സാധിക്കുന്നത്? കുറൂരമ്മ ഒരു സ്ത്രീയല്ലേ, അവർക്ക് നാമം ജപിക്കാൻ പറ്റാത്ത സമയമല്ലേ? അങ്ങനെയുള്ള സമയത്ത് പോലും അവർ നാമം ജപിക്കുകയാണ്. അത് തെറ്റല്ലേ? ഭക്തി കൊണ്ട് അവർ ചെയ്യുന്നത് തെറ്റല്ലേ? ഇല്ല, അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് തടയണം എന്നൊക്കെ ഉള്ള ചിന്ത അജ്ഞാനായിട്ടുള്ള ചില ആളുകൾക്ക്, ആ ബ്രാഹ്മണർക്കുണ്ടാവും. അത് ഒരു പരാതിയായിട്ട് വില്ലുമംഗല സ്വാമിയാരോട് അവർ ചെന്ന് പറയാണ്. ഇത്രയും വലിയ ജ്ഞാനിയായിട്ടുള്ള വില്ലുമംഗല സ്വാമിയാർക്ക് തോന്നി അവർ പറയുന്നത് ശരിയാണ്. സ്ത്രീകൾക്ക് പറ്റാത്ത സമയങ്ങളിൽ അവർക്ക് ദേഹശുദ്ധി ഇല്ലാത്ത സമയമാണല്ലോ,
അപ്പോൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് തെറ്റല്ലേ എന്നൊരു തോന്നൽ വില്ലുമംഗലം സ്വാമിയാർക്കും ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന് തോന്നി ഇതൊന്ന് നേരിട്ട് പോയിട്ട് കുറുമ്പമ്മയുടെ അടുത്ത് പോയിട്ടൊന്ന് കാണാൻ, അങ്ങനെ അവരെന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതോ ഒന്ന് കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് അവരെ ഒന്ന് ഉപദേശിച്ച് ശരിയാക്കണം എന്നൊക്കെ ആലോചിച്ച് അദ്ദേഹം കുറൂരമ്മയെ കാണാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കേൾക്കുന്നത്. വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട് എന്നറിയുന്ന കുറൂരമ്മ എല്ലാ ദിവസവും ഭഗവാനെ നേദിക്കുന്ന പ്രസാദം പായസം ഉണ്ടാക്കി മാധവന്റെ അടുത്ത് കൊടുത്തു വിടുകയാണ്. അപ്പോഴേ ഒരു ദിവസം മാധവൻ വന്നില്ല. വില്ലുമംഗലം ചോദിക്കും, എന്താണ് ഇന്ന് വരാത്തത് എന്ന് ചോദിക്കാണ്. അപ്പോൾ പറയാണ്, ഇന്ന് കുറൂരമ്മയ്ക്ക് പറ്റില്ല, ഋതുമതിയാണ്, ഇന്ന് പൂജയും പ്രസാദവും ഒന്നും കഴിപ്പിക്കില്ല, ഇന്ന് ലക്ഷ്മിയാണ് പ്രസാദമൊക്കെ ഉണ്ടാക്കുന്നത്. കുറൂരമ്മയ്ക്ക് നിർബന്ധമാണ് കുറൂരമ്മയുടെ കൈക്കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പ്രസാദം വില്ലുമംഗലം സ്വാമിയാർക്ക് കൊടുത്തു വിടണം. വില്ലുമംഗലം സ്വാമിയാർക്ക് മനസ്സിലാകും ഇന്ന് കുറൂരമ്മ ഋതുമതിയാണ്, ഇന്ന് പറ്റാത്ത ദിവസമാണ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചില പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണമല്ലോ, അവിടെ നിന്ന് പോയിട്ട് വരാം, എന്തായാലും കുറൂരിലേക്ക് ഒന്ന് പോയി കളയാന്നങ്ങനെ. അപ്പോൾ കുറൂരില്ലത്തിൻ്റെ മുറ്റത്ത് എത്തുമ്പോൾ തന്നെ ഉച്ചത്തിലുള്ള നാമജപം അങ്ങനെ കേൾക്കുകയാണ്. ഭഗവാന്റെ ആ നാമം അങ്ങനെ കേൾക്കുന്നു, ഉച്ചത്തിൽ എല്ലാം മറന്ന് ജപിക്കുകയാണ്. കുറൂരമ്മ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് വില്ലുമംഗലം സ്വാമിയാർ ഉമ്മറത്ത് വന്നിട്ട് കുറൂരമ്മയെ വിളിക്കും. അപ്പൊ കുറൂരമ്മ പറയും, എനിക്കിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ളിലുള്ള അങ്ങനെ ആ മുറിയുടെ മറവിലേക്ക്, ഉള്ളിലുള്ള മുറിയുടെ വാതിലിൻ്റെ മറവിലേക്ക് നിന്നുകൊണ്ട് കുറൂരമ്മ സംസാരിക്കുകയാണ്. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഭക്തിയൊക്കെ നല്ലത് തന്നെ, പക്ഷേ നമുക്ക് ചില ആചരണ രീതികളൊക്കെ ഇല്ലേ, വിശ്വാസങ്ങളൊക്കെ ഇല്ലേ? സ്ത്രീകൾ ഋതുമതികളായിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ദേഹശുദ്ധി ഇല്ലാതിരിക്കുന്ന സമയം അല്ലേ നാമം ജപിക്കുമ്പോൾ മനസ്സും ശരീരമൊക്കെ ശുദ്ധമായിട്ടിരിക്കണ്ടേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് സ്വാമിയാർ ചോദിക്കുകയാണ്. കുറൂരമ്മ ഇവിടെ സഹായിയായ ലക്ഷ്മിയെ നോക്കിയിട്ട് കുറൂരമ്മ പറയണേ, അദ്ദേഹത്തോട് ചോദിക്കൂ, ഞാൻ ഋതുമതിയായിരിക്കുന്ന സമയത്ത് എന്നെ മരണം സ്പർശിക്കില്ല എന്ന് സ്വാമിയാർക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഈ സമയത്ത് മരണം സംഭവിക്കില്ല എന്ന് ഉറപ്പ് തരാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിക്കൂന്ന് ലക്ഷ്മീൻ്റെ അടുത്ത് പറയാണ് കുറൂരമ്മ. ഞാൻ നാമം ജപിക്കാതിരിക്കാം. അപ്പോൾ വില്ലുമംഗലം അക്ഷരാർത്ഥത്തിൽ ഒന്ന് അമ്പരന്നു പോകും. കുറൂരമ്മയുടെ ആ മറുപടി, എന്തിന് മറുപടി പറയും കുറൂരമ്മയുടെ അടുത്ത്? ഈ സമയത്ത് മരണം വരാണ്ടിരിക്കുമോ? എന്തിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്? യമദൂതന്മാർ നമ്മുടെ ശരീരത്തെ സ്പർശിക്കാതിരിക്കാൻ. മരണസമയത്ത് നമ്മളൊക്കെ യമദൂതന്മാർ സ്പർശിക്കരുത്. നമ്മൾ ഭഗവാന്റെ ലോകത്തിലേക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിലേ മരണസമയം വരെയും നമ്മൾ നാമം ജപിച്ചിരിക്കണം. നാമം ജപിച്ച് നമ്മുടെ ശരീരം ശുദ്ധമാക്കിയാലേ യമദൂതന്മാർ നമ്മളെ സ്പർശിക്കാതിരിക്കൂ. ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അതിനല്ലേ നമ്മൾ നാമം ജപിക്കുന്നത്. അങ്ങേക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ഞാൻ ഋതുമതിയായിരിക്കുന്ന സമയം മരണം എന്നെ തൊടില്ല എന്ന് ഉറപ്പ് തരാൻ അങ്ങേക്ക് പറ്റുമോ? എങ്കിൽ ഞാൻ നാമം ജപം ഇന്നത്തോടെ നിർത്താം. നാമം എനിക്ക് പറ്റാത്ത സമയത്ത് നാമം ജപിക്കുന്നില്ല.
ഞാൻ നിർത്താം. എന്നെ ആ സമയത്ത് മരണം എന്നെ തൊടില്ല എന്നങ്ങ് എനിക്ക് ഉറപ്പ് തരണം. അപ്പോൾ ഒന്നും മിണ്ടാൻ വയ്യാതായി വലിയ ജ്ഞാനിയായ വില്ലുമംഗലത്തിന്. വലിയ യോഗിയും ഭക്തനൊക്കെ ആണ്. എങ്കിലും തനിക്കൊരു തെറ്റ് പറ്റിയോ? ദൂരമ്മ പറഞ്ഞ ശരിയാണ്. ഏതു സമയത്തും മരണം സംഭവിക്കും. യമദൂതന്മാർ ഭഗവാന്റെ നാമം ഉച്ചരിക്കാത്തവരെ മാത്രമേ യമദൂതന്മാർ അങ്ങനെ നരകലോകത്തേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ഒരു പാപവും ചെയ്യാതെ ഭഗവാന്റെ സ്വധാമമായ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ അത്യപൂർവമായി നമുക്ക് ലഭിക്കുന്ന ഈ മനുഷ്യജന്മം ഈശ്വരനാമം ജപിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. എല്ലാ യോഗികളും എല്ലാ ജ്ഞാനികളും എല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. ആ കുറുരമയെ അത്ഭുതത്തോടു കൂടി ഒന്ന് നോക്കുന്നുണ്ട് വില്ലുമംഗലം. അപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ട് വില്ലുമംഗലം സോണിയർ ഞെട്ടിപ്പോയി. ആ ഋതുമതിയായിരിക്കുന്ന കുറൂരമ്മയുടെ മുണ്ടിന്റെ തലപ്പ് പിടിച്ചിട്ടെങ്ങനെ നിൽക്കുന്നു. ആരാന്നറിയോ? സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ. ആ കുറൂരമ്മയുടെ മുണ്ടിന്റെ തലപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കളിക്കുകയാണ് കുസൃതിക്കുട്ടനായ ഉണ്ണിക്കണ്ണൻ. അവനങ്ങനെ വില്ലുമംഗലത്തെ നോക്കി കൊന്നല കുത്തിക്കൊണ്ട് വിരൽ കൊണ്ടുന്ന ചുണ്ടുമിളി വിരൽ ചേർക്കും. മിണ്ടരുതേ, അങ്ങനെ വേണം എന്നുള്ള ഭാവത്തിലെ രാങ്ങിയൊക്കെ കാണിച്ചങ്ങനെ വില്ലുമംഗലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കൊന്നല കുത്തുന്നത് പോലെ. അത്രയ്ക്കായോ വില്ലുമംഗലം? കേട്ടില്ലേ, എൻ്റെ ഭക്ത പറഞ്ഞത് കേട്ടില്ലേ എന്നുള്ള രീതിയിൽ ആ ഭാവത്തിലങ്ങനെ കുറൂരമ്മയുടെ മുന്നിലെ തലപ്പ് പിടിച്ചിട്ട് അങ്ങനെ വില്ലുമംഗലത്തിനെ നോക്കുകയാണ്. അങ്ങനെ ആ മുന്നിൽ തലപ്പൊക്കെ അതിനെ പിടിച്ച് വലിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ കുറൂരമ്മ കാണുന്നില്ല. പക്ഷേ വില്ലുമംഗലം സ്വാമിയാർക്ക് കാണാം. അത് വില്ലുമംഗലം സ്വാമിയാർ കുറൂരമ്മയെ നോക്കി തൊഴുന്നത് പോലെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൊഴുതങ്ങൾ നിൽക്കുന്നത് ഭഗവാനെയാണ്. ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് ഏത് നേരവും ഏത് നിമിഷവും അതിന് ഒരു സമയവുമില്ല. സദാസമയവും നമുക്ക് നാമം ജപിച്ചുകൊണ്ടേയിരിക്കാം. ആ ജപത്തിന് ഒരു വിധത്തിലുള്ള ഒരു നിരോധനവും ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അത് ഏർപ്പെടുത്താനും പാടില്ല. ഒരു ശാസ്ത്രവും ഒരു തത്വശാസ്ത്രങ്ങളിലും ഭഗവാന്റെ നാമം നമുക്ക് ഉച്ചരിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറയുന്നില്ല. ഹരിനാമ സങ്കീർത്തനത്തിനും അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാട്ടോ. അതിനൊരു പ്രത്യേക ടൈമൊന്നുമില്ല. ഋതുവായ പെണ്ണിന് ഇരപ്പനു ദാഹകനും പതിതന്നും അഗ്നിയ ജനം ചെയ്ത പൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാൾക്കും ആർക്കും അരുതാത്തതല്ല. ഹരിനാരായണായ നമ. പൊതുവെ സ്ത്രീകൾ നാമം ജപിക്കാനൊക്കെ മടി കാണിക്കുമ്പോൾ അതിന് കാണിക്കുന്ന ഒരു കാരണമാണ് 7 ദിവസം ഋതുമതിയായിരിക്കുന്ന സമയം നാമജപമൊന്നും പാടില്ല. അങ്ങനെ ഇവിടെയും പറയുന്നില്ല. നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ നാമം ജപിക്കാം. സദാസമയം നമുക്ക് ഭഗവാന്റെ നാമജപത്തിൽ ഏർപ്പെടാൻ സാധിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെയാണ് കേട്ടോ ഏകാദശി വ്രതത്തിൽ എടുത്തൊക്കെ നമുക്ക് ഭഗവാന്റെ നാമമൊക്കെ ഉച്ചരിച്ച് എല്ലാം പോലും കുടിക്കാണ്ട് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനിൽ ചേർന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഏകാദശി. ഒരു തരത്തിലുള്ള ഒരു കുഴപ്പമില്ല. ആർക്കും എപ്പോഴും എടുക്കാവുന്ന വ്രതമാണ് കേട്ടോ ഏകാദശി വ്രതം. എല്ലാവരും ഏകാദശി വ്രതമൊക്കെ ഒന്ന് എടുക്കൂ. തൻ്റെ ഭക്തി കൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ് കുറൂരമ്മയുടെ ഭക്തി. കുറൂരമ്മയുടെ ഭക്തി കൊണ്ട് നമുക്കെല്ലാം കാണിച്ചു തരുന്ന പഠിപ്പിച്ചു തരികയാണ്. ജ്ഞാനിയായിരുന്ന വില്ലുമംഗലം സ്വാമിയാർക്ക് കൂടെ പരമഭക്തിയും നിഷ്കളങ്കയുമായ കുറൂരമ്മ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ കുറൂരമ്മയിലൂടെ നമ്മളെ അത് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള എക്സ്ക്യൂസൊന്നും നമ്മൾ കാണരുത്. ജീവിതത്തിൽ ഭഗവാന്റെ നാമം ജപിക്കാൻ നമ്മൾ ഒരു എക്സ്ക്യൂസും കാണിക്കേണ്ട. സദാസമയവും
ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാം. നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെ അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. കുറൂരമ്മയ്ക്ക് വളരെ പ്രായമായി. കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മിയൊക്കെ മരണപ്പെട്ടു. മാധവനും കുടുംബവും ആ നാട്ടിൽ നിന്നും വിട്ടു പോവുകയാണ്. അവർ കുറൂരമ്മയുടെ അടുത്തേക്ക് ഒന്ന് പറയും, ഞങ്ങൾ പോവുകയാണ്, ഇനി ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കുറൂരമ്മയ്ക്ക് വലിയ സങ്കടാവും. ഇനി ഞാൻ ഒറ്റപ്പെടുകയാണ്. തനിക്ക് സഹായത്തിനുണ്ടായിരുന്ന എല്ലാവരും പോയി കഴിഞ്ഞു. ഇനി തനിക്ക് ആരുമില്ല. തനിക്ക് തൻ്റെ കണ്ണ്, തൻ്റെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെ പൂച്ചാമുറിയിൽ വന്നിട്ട് ഉണ്ണിക്കണ്ണനോട് പറയാണ് കുറൂരമ്മ, ഉണ്ണിക്കണ്ണ, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ഇനി നീയും ഞാനും മാത്രം. എല്ലാവരും നമ്മെ വിട്ടുപോയി. നീ എന്നെ വിട്ടു പോവോ? വൃന്ദാവനത്തിൽ വെച്ചിട്ട് യശോദാമ്മയെ കളഞ്ഞിട്ട് പോയതുപോലെ കണ്ണ എന്നെ ഉപേക്ഷിച്ചു പോവോ അവിടുന്ന്? എനിക്ക് നീയല്ലേ ഉള്ളൂ, നീ മാത്രല്ലേ ഉള്ളൂ. കുറൂരമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കണ്ണനോട്. അന്നത്തെ ദിവസമാണ് മാധവൻ ചന്തയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഉണ്ണി വഴിയരികിൽ നിൽക്കുന്നു. എന്നിട്ട് മാധവന്റെ കൈ കടന്നു പിടിച്ചിട്ട് പറയും, എനിക്ക് ആരുമില്ല, എനിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല, എനിക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ എന്ത് ജോലിയും ചെയ്തോളാട്ടോ. അപ്പോൾ മാധവൻ വളരെ അതിശയത്തോടെ നോക്കുക, ഇത്രയും ചെറിയ കുട്ടി എന്ത് ജോലി ചെയ്യാനാണ്? അപ്പോഴാണ് മാധവനെ ഓർമ്മ വന്നത്. കുറൂരമ്മയുടെ കാര്യം അങ്ങോട്ട് ഓർമ്മ വന്നു. കുറൂരമ്മയ്ക്ക് ആരും ഇല്ലല്ലോ, ഈ ഉണ്ണി കുറൂരമ്മയ്ക്കൊരു കൂട്ടായിരിക്കും, കുറൂരമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാം. അങ്ങനെ മാധവൻ നേരെ ഉണ്ണിയെ കൂട്ടിയിട്ട് കുറൂരിലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ആ അമ്മയ്ക്ക് സഹായത്തിന് ഈ ഉണ്ണിയെ എടുത്തുകയാണ്. അങ്ങനെ ഏർപ്പാട് ചെയ്തിട്ട് കുറൂരമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഇനി ആരുമില്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ഉണ്ണിയെ കിട്ടിയല്ലോ. ഒരു ഉണ്ണി തനിക്ക് തൻ്റെ കൂടെ ഒരു ഉണ്ണിയെ കിട്ടിയല്ലോ. കുറൂരമ്മയ്ക്ക് ഇങ്ങനെ സന്തോഷമാവാണ്. അവിടെ ആ ഉണ്ണിയെ ഏൽപ്പിച്ചിട്ട് മാധവൻ പോയി. കുറൂരമ്മ ചിന്തിക്ക്, ഇതിനൊക്കെ കാരണം ഭഗവാനായിരിക്കും, ഈ ഉണ്ണിയെ എനിക്ക് തന്നതും ഭഗവാനാണ്. കുറൂരമ്മ അങ്ങനെ ചിന്തിക്കുകയാണ്. സാക്ഷാൽ ഉണ്ണിക്കണ്ണനായിട്ട് ഉണ്ണിക്കണ്ണൻ അങ്ങനെ അറിയാൻ സാധിക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ. കുറൂരമ്മയുടെ ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികളൊക്കെ കാണിച്ചിട്ട് ഒത്തിരി കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറൂരമ്മേൻ്റെ അടുത്ത് അങ്ങനെ കണ്ണൻ്റെ കുസൃതികൾ നടന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടൊക്കെ കേൾക്കാം കേട്ടോ. കണ്ണൻ നല്ല കുസൃതിയാണ്. കുറൂരമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെ കളികളാണ് കളിക്കാറിയോ? ആരും ഇല്ലാത്ത കുറൂരമ്മയ്ക്ക് ആശ്രയിട്ട് ഭഗവാനെ നേരിട്ട് വരികയാണ്. സാക്ഷാൽ ഭഗവാനാണ് ആ അമ്മയുടെ കൂടെ അമ്മ അറിയുന്നില്ല. സ്നേഹം മുഴുവൻ ഉണ്ണിക്ക് കൊടുക്കുകയാണ് കുറൂരമ്മ. കുറൂരമ്മയുടെ പൂജയ്ക്കൊക്കെ വില്ലുമംഗല സ്വാമിയാർ വരുന്നുണ്ട് പൂജയ്ക്ക്. അപ്പം പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. വില്ലുമംഗലത്തിന് സഹായിക്കുന്നതൊക്കെ ആ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയത് സാക്ഷാൽ ഭഗവാനാണ്. അത് കുറൂരമ്മ അറിയുന്നില്ല. ഇങ്ങനെ വില്ലുമംഗല സ്വാമിയാർ അങ്ങനെ പൂജയ്ക്കുള്ള പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ കാലത്തിലേക്കാണ് പൂക്കളൊക്കെ വീഴുന്നത്. എന്നാൽ വില്ലുമംഗല സ്വാമിയാർ കണ്ടു, സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നു. കുറൂരമ്മയുടെ സഹായത്തിനായിട്ട് ഉണ്ണിക്കണ്ണൻ നേരിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ കണ്ണൻ പറയരുത്, മിണ്ടരുത്, കുറൂരമ്മയുടെ അടുത്ത് അവിടുന്ന് പറയരുത്. അങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. ഞാനാണിതെന്ന് അമ്മയോട് പറയല്ലേ. അങ്ങനെ കുറൂരമ്മ ആജീവനാന്തം അങ്ങനെ അറിയുന്നില്ല തൻ്റെ കൂടെ നിൽക്കുന്നു, തന്നെ സഹായിക്കുന്നത്
ഈ ഉണ്ണി ഭഗവാനാണെന്ന് കുറൂരമ്മ അറിഞ്ഞതേയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു ഇങ്ങനെ വീഴാറായില്ല. കുറൂരമ്മയും ഉണ്ണിക്കണ്ണനും മാത്രമാണ് അവിടെ. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കുറൂരമ്മയുടെ അവസാന ദിനമായി. കുറൂരമ്മ ഉണ്ണിക്കണ്ണൻ്റെ മടിയിൽ അങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ഉണ്ണിക്കണ്ണനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുകയാണ് കുറൂരമ്മ. സാക്ഷാൽ ഭഗവാനെയാണ് താൻ കെട്ടിപ്പിടിക്കുന്നതൊന്നും കുറൂരമ്മ അന്നേരം അറിഞ്ഞിരുന്നില്ല. ആ അന്ത്യനിമിഷത്തിലാണ് കുറൂരമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ ഉണ്ണിക്കണ്ണനാണ് തന്നെ തലോടുന്നത്, തൻ്റെ കാൽ തടവി തരുന്നത്. കുറൂരമ്മ പറയാൻ, കണ്ണ എനിക്ക് വയ്യ, ഞാൻ നിന്നെ വേർപെട്ടു പോവുകയാണ്. നീ എങ്ങനെ ജീവിക്കും? ഞാനില്ലാതെ നിനക്ക് ഞാനും, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് രണ്ടു പേർക്കും ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാനില്ലാതെ നീ എങ്ങനെയാ ജീവിക്കുക? ആ ഉണ്ണിയോട് കുറൂരമ്മ ചോദിക്കുകയാണ്. ആ ഉണ്ണിയെ കുറിച്ചാണ് കുറൂരമ്മ അപ്പോഴും ആശങ്കപ്പെടുന്നത്. താൻ പോയാൽ ഉണ്ണി ഒറ്റപ്പെടുമല്ലോ. അന്നേരം കുറൂരമ്മ ചിന്തിക്കുന്നില്ല സാക്ഷാൽ ഭഗവാനോടാണ് താൻ ഇതൊക്കെ പറയുന്നതെന്ന്. പെട്ടെന്ന് ഭഗവാൻ ആ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയാണ് കുറൂരമ്മയ്ക്ക്. ഭഗവാന്റെ ആ സ്വരൂപം കാണുമ്പോൾ ആ ആശീർവാദം കുറൂരമ്മയ്ക്ക് എന്താണെന്നറിയില്ല. ആ ആനന്ദ അനുഭൂതി അനുഭവിക്കാണ് കുറൂരമ്മ. എൻ്റെ ഉണ്ണിക്കണ്ണനായിട്ട്, എൻ്റെ പൊന്നുണ്ണിയായിട്ട് ഇത്ര നാള് തൻ്റെ കൂടെ എന്നെ സംരക്ഷിച്ച് എൻ്റെ കൂടെ കഴിഞ്ഞിരുന്നത് എൻ്റെ പൊന്നുണ്ണി, എൻ്റെ ഭഗവാനായിരുന്നോ? കുറൂരമ്മയ്ക്ക് ആ ഭക്തിയുടെ രസത്തിൽ കണ്ണീർ വരികയാണ്. ഭഗവാനിലേക്ക് കുറൂരമ്മ വിലയം പ്രാപിക്കുകയാണ്. കുറൂരമ്മയെ ഭഗവാൻ കൊണ്ടുപോവുകയാണ് ആ ഗോലോകധാമത്തിലേക്ക്. കുറൂരമ്മയുടെ ഭൗതിക ശരീരം പോലും അവശേഷിപ്പിക്കാതെ ഭഗവാൻ കൊണ്ടുപോവുകയാണ് ഗോലോക വൃന്ദാവന ധാമത്തിലേക്ക്. പിന്നീട് കുറൂരില്ലത്തെ പൂർണ്ണമായിട്ട് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, നാമാവിശേഷമായി. എന്നാലും ആ ഇല്ലം എത്രയോ വർഷങ്ങളോളം അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ 360 വർഷങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ വെങ്ങനശ്ശേരി എന്ന ഗ്രാമത്തിൽ അഷ്ടമംഗല പ്രശ്നം വെച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ആ പ്രശ്നത്തിൽ തെളിയുകയാണ്. വളരെ തേജോമയമായ ഒരു കൃഷ്ണ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയുകയാണ്. അങ്ങനെ തിരിച്ചറിയപ്പെടുകയാണ്. ആ കുറൂരില്ലത്തിൻ്റെ പറമ്പാണ്. അവിടെയാണ് കുറൂരമ്മ ജീവിച്ചിരുന്നത്. അവിടെ ആർക്കും ഇതുവരെ കൈവശപ്പെടുത്താനൊന്നും സാധിച്ചിരുന്നില്ല. ഭഗവാൻ കുറൂരമ്മയുടെ പറമ്പ് ഭഗവാൻ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ആർക്കും ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ പറ്റാതെ ആ പറമ്പങ്ങനെ ഭഗവാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. തൻ്റെ ഭക്തിയായ പിന്നെ ആ കുറൂരമ്മയുടെ സ്ഥലം ഭഗവാൻ അങ്ങനെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ആ ഭക്തരെയെല്ലാം അനശ്വരാക്കിയിരിക്കും ഭഗവാനെ. നാട്ടുകാരും പ്രമുഖന്മാരും എല്ലാവരും കൂടെ എല്ലാ ആളുകളൊക്കെ വരും. അവിടുന്ന് കുറൂരമ്മ പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹം ലഭിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രം ഉയർന്നു. അവിടെ കുറൂരില്ലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ്. ആ കുറൂരില്ലം കാണാൻ നമുക്കൊന്ന് പോയാലോ? ഹരേ കൃഷ്ണ, സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അങ്ങനെ കുറൂരമ്മയുടെ കഥ കേട്ടല്ലോ. അത്രയും ഭക്തി, നിർമ്മലമായ ഭക്തി, എന്താ പറയാ, അത്രയും നല്ല ഭക്തിയാണ്, നിഷ്കളങ്കയായ ഭക്തി. ഹരേ കൃഷ്ണ.